നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA-മാർക്ക് സ്വീകരണം നൽകി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 20 തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും മെറിറ്റ് ഡേ ആഘോഷവും കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തിയാൽ UDF വാഗ്ദാനങ്ങൾ മറക്കുന്നുവെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനുമെതിരെ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ CPM നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിംഗിന് ശേഷമാണ് ബാങ്കിൽ ക്രമക്കേടുള്ളതായി കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA-മാർക്ക് സ്വീകരണം നൽകി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP യോഗം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ മനോജ് തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച MLA-മാരായ അബു ജോൺ ജോസഫ്, റോയ് കെ പോലോസ് എന്നിവർക്ക് UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ 5-ൽ 5 സീറ്റും വിജയിപ്പിച്ചു തന്ന ജനങ്ങളുടെ ആഗ്രഹം വെറുതെയാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ പ്രധാന ആവശ്യം ഭൂപ്രശ്നങ്ങളാണ്. ശാശ്വത പരിഹാരം കാണുവാൻ ആദ്യ ബജറ്റിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരുന്നു. വനിതകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര നടപ്പിലാക്കി. പൊതുരംഗത്തും ഭരണരംഗത്തും പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച മികച്ച MLA-മാരെയാണ് ഇടുക്കിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ നേതൃത്വം നൽകുവാൻ കഴിയുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ, ആ ഭൂപ്രശ്നങ്ങൾ ഒരു സീസണൽ ഇഷ്യൂ പോലെ സ്വാശ്രയ കോളേജിന്റെ ഫീസ് തീരുമാനിക്കുന്ന കാലത്ത് പണ്ടുണ്ടായിരുന്ന തർക്കങ്ങൾ, ബഹളങ്ങൾ പോലെ ഈ ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ എപ്പോഴും ഓരോ സർക്കാരുകളുടെ കാലത്ത് അത് പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച് അതിനകത്തൊരു ഇടപെടലുകളും ഇല്ലാതെ പോയതിന്റെ ഒരു ദുരിതം പല ഘട്ടങ്ങളിലായി ഇവിടുത്തെ ജനത അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രിയങ്കരായ പൊതുപ്രവർത്തകരുടെ, ജനപ്രതിനിധികളുടെ ഓരോ ഇടപെടലുകളിലൂടെയും ഞങ്ങൾക്ക് പോലും ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ഞങ്ങൾക്ക് പോലും അറിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ പ്രഖ്യാപനങ്ങളിൽ ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിലെ ജനതയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഗവൺമെന്റിന്റെ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല 5 വർഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന 5 വർഷമാണ് ഇപ്പോ കേരളത്തിൽ ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയി തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അതിന്റെ പരിഹാര നിർദ്ദേശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ MP ഉൾപ്പെടെ നടത്തിയ എല്ലാ ഇനീഷ്യേറ്റീവ്സിലും ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റിയായി അത് തീരുമാനിക്കുകയാണ്. UDF മണ്ഡലം ചെയർമാൻ PN നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ മനോജ് തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, CP കൃഷ്ണൻ, ജോൺ നെടിയപാല, രാജു ഓടയ്ക്കൽ, TK നവാസ്, KR സോമരാജ്, PN സീതി, മനോജ് കൊക്കാടൻ, ടോണി തോമസ്, ജിജി സുരേന്ദ്രൻ, മാത്യു K ജോൺ, ബിജോ ചേരിയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 20 തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ വെച്ച് നടത്തുന്ന മൺസൂൺ ചലച്ചിത്രമേള
23-ന് സമാപിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 2 പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 20-ന് ആരംഭിക്കും. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തുന്നത്. ജൂലൈ 20 മുതൽ 23 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് 2 പ്രദർശനങ്ങളോടെയാണ് മേള നടത്തുന്നത്. സ്പോർട്സ് പ്രമേയമാക്കിയ 2 ചലച്ചിത്രങ്ങൾ ഈ വർഷത്തെ മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 20-ന് വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ K. ദീപക്, FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, തൊടുപുഴ ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജു ഹാസൻ എന്നിവർ പങ്കെടുക്കും. 5:45-ന് ജർമ്മൻ ചലച്ചിത്രം മേളയുടെ ഉദ്ഘാടന ചലച്ചിത്രമായി പ്രദർശിപ്പിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് അമേരിക്കൻ സിനിമയായ ബീസ്റ്റ്സ് ഓഫ് സദേൺ വൈൽഡിന്റെ പ്രദർശനം നടക്കും. ജൂലൈ 23-ന് ബുധനാഴ്ച വൈകിട്ട് 5:30-ന് റെന്റൽ ഫാമിലി എന്ന ജാപ്പനീസ് ചലച്ചിത്രത്തിന്റെ പ്രദർശനം നടക്കും. തുടർന്ന് രാത്രി 8:15-ന് അമേരിക്കൻ ചലച്ചിത്രമായ സോൾ സർഫർ പ്രദർശിപ്പിക്കും. മേളയുടെ സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 5:45-ന് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഇറാഖിൽ നിന്നുള്ള അറബിക് സിനിമയുടെ പ്രദർശനം നടക്കും. രാത്രി 8:15-ന് അന്തരിച്ച ചലച്ചിത്രകാരൻ സലിം കുമാർ സംവിധാനം ചെയ്ത സിനിമ പ്രദർശിപ്പിക്കും. സ്പോർട്സ് മൂവീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്പോർട്സ് പാക്കേജ് എന്നുള്ളതൊക്കെ ഗോൾഡ് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെല്ലാം ഒരുപക്ഷെ കണ്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു സിനിമയാണ്. ഫിഫയുടെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച ഗോൾ എന്ന് പറയുന്ന ഗോൾ ദ ഡ്രീം ബിഗിൻസ് എന്ന് പറയുന്ന സിനിമ ഈ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പോർട്സ് അതേസമയം തന്നെ സർവൈവൽ മൂവി കൂടിയാണ്. സർഫിങ് അതൊരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 സ്പോർട്സ് സിനിമകൾ ഈ മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അന്തരിച്ച ചലച്ചിത്ര നടനും സംവിധാനമൊക്കെ ആയിരുന്ന സലിംകുമാറിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹം ചലച്ചിത്രം എടുത്ത സിനിമകളിൽ കറുത്ത ജൂതൻ എന്ന സിനിമ അധികം തിയേറ്ററിലധികം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ലാത്ത സിനിമയാണ് കറുത്ത ജൂതൻ. അതിൻ്റെ ഒരു പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് സമാപന ചലച്ചിത്രമായിട്ടാണ് കറുത്ത ജൂതൻ പ്രദർശിപ്പിക്കുന്നത്. 1-ാമത്തെ ദിവസം ഉദ്ഘാടന ചലച്ചിത്രം ജർമ്മൻ മൂവിയാണ് അമ്രം എന്നാണ് സിനിമയുടെ പേര്. തുടർന്ന് അമേരിക്കൻ സിനിമയാണ് ബീസ്റ്റ്സ് ഓഫ് ദ സദേൺ വൈൽഡ്. സെക്കൻഡ് ഡേ ഒരു ബ്രിട്ടീഷ് മൂവി, അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ് മൂവി ഇത് ഗോൾഡ് ദ ഡ്രീം ബിഗിൻസ്. വൈകുന്നേരം ചൈനീസ് സിനിമയാണ് ലൈക്കിംഗ് ഓഫ് ദ സ്റ്റാർസ്. ബുധനാഴ്ച ജാപ്പനീസ് മൂവി റെന്റൽ ഫാമിലി. അതുപോലെ തന്നെ സോൾ സർഫർ അമേരിക്കൻ മൂവിയാണത്, സ്പോർട്സ് മൂവിയാണ്. സമാപന ദിവസം ഇറാഖിൽ നിന്ന് ഒരു മൂവിയുണ്ട്, അത് പ്രസിഡൻസ് കേക്ക് എന്ന് പറയുന്ന സിനിമയാണ്. സമാപന ചലച്ചിത്രമായിട്ട് കറുത്ത ജൂതൻ. ഇങ്ങനെ 8 സിനിമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിന്റെ മുഴുവൻ പ്രദർശനങ്ങൾക്കും കൂടി 200 രൂപയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫീസ്. സിൽവർ ഹിൽസ് തിയേറ്റർ, തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള പഗോഡ ബുക്ക് ആർട്ട്, കൊലാനി ബൈപ്പാസിലുള്ള എലൈൻസ് ഗാർഡൻ എന്നിവിടങ്ങളിൽ ഡെലിഗേറ്റ് ഫോം ലഭ്യമാണ്. കൂടാതെ സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ലഭ്യമാണ്. രജിസ്ട്രേഷനായി ബന്ധപ്പെടേണ്ട നമ്പർ 9447753482 9447776524. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ N. രവീന്ദ്രൻ, MM മഞ്ജു ഹാസൻ, വിൽസൺ ജോൺ, UA രാജേന്ദ്രൻ, V. ജയചന്ദ്രൻ, MI സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും മെറിറ്റ് ഡേ ആഘോഷവും കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. റവറന്റ് ഫാദർ ജോർജ് കുട്ടി കൊച്ചു ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷൈനി തോമസ്, UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ്, ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, വാർഡ് മെമ്പർ അനീഷ ബാലൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും PTA പ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു. പഠനത്തോടൊപ്പം ലൈഫ് സ്കില്ലുകൾ സ്വായത്തമാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബു ജോൺ ജോസഫ് MLA പറഞ്ഞു. ജീവിതമാകണം ലഹരിയെന്നും മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ നൽകേണ്ടതല്ല നമ്മുടെ ജീവിതമെന്നും നിയമസഭാ ചീഫ് വ്യക്തമാക്കി. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത് സ്റ്റിയറിംഗ് വളയം തിരിച്ചു കൊണ്ടുപോയി ഈ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട പുതുതലമുറയാണ് ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫുൾ A+ വാങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ആശയം എൻ്റെ മുന്നിലിരിക്കുന്ന ആളോട് വ്യക്തമായി
വളരെ സിമ്പിളായി ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ നോളജ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ ആദ്യം സംസാരിക്കാൻ പഠിക്കണം. അത് മലയാളമായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. മലയാളം അറിയാതെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കേരളം ഒരു ചെറിയ സംസ്ഥാനമായതുകൊണ്ടും ഇവിടെ ജനിച്ചു വളരുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ തൊഴിൽ നമുക്ക് ഇതുവരെ കണ്ടെത്തുവാൻ സാധിക്കാത്തത് കൊണ്ടുമൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനവും മലയാളത്തിലാണെങ്കിലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ മനസ്സിലുള്ള കാര്യം വളരെ ലളിതമായി വളരെ ചുരുക്കി എൻ്റെ മനസ്സിലുള്ള കാര്യം എങ്ങനെ ഞാൻ പുറത്തേക്ക് അവതരിപ്പിക്കും. അവിടെയാണ് ഇവിടെ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് എൻ്റെ ബാനർ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഹിന്ദി ക്ലബ്ബുണ്ട്, സ്കൗട്ട്സ് ക്ലബ്ബുണ്ട്, സ്പോർട്സ് ക്ലബ്ബുണ്ട്, സയൻസ് ക്ലബ്ബുണ്ട്. ഞാനൊരു ഡിബേറ്റ് ക്ലബ്ബുണ്ട് അവിടെ. ആവശ്യമാണ് സാറേ, സ്റ്റാർട്ട് ചെയ്യണം. പിള്ളേരെ സംസാരിക്കാൻ പഠിപ്പിക്കണം. ഒരു വിഷയം കൊടുത്താൽ അതിനെ വിഷയം പഠിച്ച് വന്ന് അവതരിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എലിസബത്ത് സാജു നമ്മുടെ റിസീവിംഗ് ആസ്പിരന്റ് ആണ്. മുഹമ്മദ് ബിലാൽ, നാജിബ് ഫുൾ എ പ്ലസ് വാങ്ങിയ, നസ്രീൻ 9 A+ വാങ്ങിയ ജോയൽ സജി. അടുത്തതായി ആസിഫ് അലി, ഇവാന റോസ് ബിജു 8 A+. അടുത്തതായി ആന്റണിയ സിജോയാണ് ഫെലോഷിപ്പിന്റെ സന്തോഷത്തിന് മെമ്മന്റ് ഏറ്റുവാങ്ങുന്നത്. അയൽക്കാരെ അറിയാമെന്ന പരിപാടിയുടെ ഭാഗമായി സ്കൂളിന്റെ അഭ്യുദയകാംക്ഷിയും നാട്ടുകാരനുമായ PC കുര്യനെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. റവറന്റ് ഫാദർ ജോർജ് കുട്ടി കൊച്ചു ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, വാർഡ് മെമ്പർ അനീഷ ബാലൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈനി തോമസ്, UP സ്കൂൾ HM ലിൻഡോ ജോർജ്, സീനിയർ അസിസ്റ്റന്റ് വിവീഷ് വി റോൾഡന്റ്, PTA പ്രസിഡന്റ് സിബി ജോർജ്, MPTA പ്രസിഡന്റ് ജിൻസി ജോജോ, എൽബ ബാബു, ആൻമരിയ സിജോ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അധികാരത്തിലെത്തിയാൽ UDF വാഗ്ദാനങ്ങൾ മറക്കുന്നുവെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനുമെതിരെ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ CPM നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിലൂടെ നഗരസഭ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. യോഗത്തിൽ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് അധ്യക്ഷത വഹിച്ചു. അധികാരത്തിലെത്തിയാൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ തമ്മിലടിക്കുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ പങ്കിടുകയും ചെയ്യുന്നവരാണ് UDF എന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനുമെതിരെ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ CPIM നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ തകർക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രിമാരാകാൻ പണം കൊടുക്കണമെന്ന നെറികെട്ട ഭരണ സംവിധാനത്തിലേക്കാണ് UDF പോകുന്നത്. 2 മാസത്തിനകം ചീഞ്ഞു നാറിയ ഭരണമായി മാറി. തമ്മിലടിക്കുന്ന UDF ഭരണത്തിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെയുള്ള ദൗത്യമാണ് CPIM ഏറ്റെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ നിലയിലുള്ള വിനോദ കേന്ദ്രങ്ങൾ ഇതെല്ലാം ഭാവനാപൂർവ്വം സംഘടിപ്പിക്കുക എന്നതാണ് നഗരസഭയ്ക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു സംസ്കാരം. ഇതാണ് മാത്രമല്ല, ഗ്രാമീണ മേഖലയും നഗരസഭയിൽ ജീവിക്കുന്ന ജനങ്ങളും തമ്മിൽ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ സംസ്കാരത്തിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ദൈനംദിന ഇടപെടലിലെല്ലാം തന്നെ വലിയ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നത് സ്വാഭാവികമാണ്. നമുക്കറിയാം, ഈ തൊടുപുഴ പട്ടണത്തിൽ വന്നാൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു നഗരസഭയുടെ ഒരു നഗരത്തിൻ്റെ പ്രധാനമായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതിലെല്ലാം പീഡനം അനുഭവിക്കുകയും പറ്റുന്ന ജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. പ്രകടനം ഗാന്ധി സ്ക്വയറിലൂടെ സഞ്ചരിച്ച് നഗരസഭ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഉദ്ഘാടന യോഗത്തിൽ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും സുരക്ഷയും നഷ്ടമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VV മത്തായി, TR സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓപ്പറേഷൻ തൂഫാന്റെ നാർക്കോ ഹണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് വെങ്ങല്ലൂർ TMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ സഹകരണത്തോടെ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഉദ്ഘാടനം തൊടുപുഴ സ്റ്റേഷൻ SI ആർദ്ര നിർവഹിച്ചു. തൊടുപുഴ വുമൻസ് സെൽ ASI പ്രിയ മധുസൂദൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ നാർക്കോ ഹണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച വെങ്ങല്ലൂർ TMUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ സഹകരണത്തോടെ തൊടുപുഴ സ്കേറ്റിംഗ് യാർഡിൽ വെച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് യോഗം ഉദ്ഘാടനം ചെയ്തു. പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഉദ്ഘാടനം തൊടുപുഴ സ്റ്റേഷൻ SI ആർദ്ര നിർവഹിച്ചു. തൊടുപുഴ വുമൻസ് സെൽ ASI പ്രിയ മധുസൂദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സോക്കർ സ്കൂൾ ഡയറക്ടറും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ സലിംകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 7500 മേളിൽ ഭാഷയുണ്ട്. നമുക്ക് എത്ര ഭാഷ അറിയാം? മലയാളം മാത്രമാണ് അല്ലേ? അവിടെ മലയാളം എഴുതുമ്പോൾ പോലും നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ലോകത്തെ പറ്റി അർജന്റീന അറിയുന്ന പോലെ, ബ്രിട്ടനെ അറിയുന്ന പോലെ, മെസ്സി അറിയുന്ന പോലെ, മറഡോണ അറിയുന്ന പോലെ നമുക്കൊക്കെ രോഗ പരിചയം കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങളൊക്കെ പഠിക്കണം. നിങ്ങൾ നാളുകളിൽ ഞങ്ങളിങ്ങനെ വന്ന് പറയുന്ന പോലെ ഇങ്ങനെ വേദികൾ വന്നിരിക്കണം, മറ്റുള്ള കുഞ്ഞു കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഈ കൂട്ടായ്മയ്ക്ക് നമ്മോട് ഈ രാവിലെ ഈ സന്തോഷം പങ്കുവെച്ചതിന് എനിക്കുള്ള സന്തോഷം വ്യക്തിപരമായി, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇവരോടൊപ്പം ഈ സലികുട്ടിയോടൊക്കെ സ്കൂൾ HM സ്വപ്നായമാർ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് EH ഫൈസൽ അധ്യക്ഷത വഹിച്ചു. SNC ചെയർമാൻ ഷമീർ കുഞ്ചാവേടൻ, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ EA അഭിലാഷ് എന്നിവർ ആശംസകൾ നേർന്നു. SRG കൺവീനർ KB ശ്യാമല കൃതജ്ഞത രേഖപ്പെടുത്തി. സെക്രട്ടറി സാർ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവരുടെ പെനാൽറ്റി പുറത്തെടുത്ത് പറയാനാ ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിംഗിന് ശേഷമാണ് ബാങ്കിൽ ക്രമക്കേട് ഉള്ളതായി കണ്ടെത്തിയത്. ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ കുറ്റക്കാരായ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2 വർഷക്കാലമായി ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിനും പോലീസിനുമെല്ലാം പരാതി നൽകിയെങ്കിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് സംഭവം മൂടിവെക്കുകയും നാമമാത്രമായ തുക നൽകി നിക്ഷേപകരെ മടക്കിവിടുന്ന പതിവായിരുന്നു ഭരണസമിതി തുടർന്നിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വിവാഹ ആവശ്യങ്ങൾക്കുമെല്ലാം ലക്ഷ്യമിട്ട് വർഷങ്ങൾ കൊണ്ട് സഹകാരികൾ നിക്ഷേപിച്ച തുകയാണ് ഇത്തരത്തിൽ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തത്. ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ പണം തിരികെ ലഭിക്കാതെ വന്നതോടെ പലതവണ ബാങ്കിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നവരും ആത്മഹത്യാ ഭീഷണി മുഴക്കിയവരുമുണ്ട്. നമുക്കറിയാം, ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിട്ടിയിൽ ചേർന്ന് ചിട്ടി വട്ടമെത്തി പൈസ കൊടുക്കേണ്ട ആളുകൾ നിരവധി ആളുകളുണ്ട്. ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ വിവാഹ ആവശ്യം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ആശുപത്രി ഹോസ്പിറ്റൽ കേസുകൾ എന്തെങ്കിലും വരുമ്പോൾ അതിലേക്ക് വേണ്ടി ഒരു കരുതൽ ധനം പോലെ സാധാരണ ആളുകൾ ഈ ബാങ്കിനെ കണ്ട് ഒരു കരുതൽ ധനം എന്ന രീതിയിൽ അവർ ഡിപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് ഇവിടെ അഴിമതി നടത്തിയവർ അവരുടെ ഒരു കരുതൽ ധനം പോലെ അവരത് കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ചിട്ടിവട്ടം എത്തിയവരുടെയും പൈസ കൊടുത്തിട്ടില്ല, നിക്ഷേപകരുടെയും പൈസ കൊടുത്തിട്ടില്ല. ഏകദേശം 1 കോടി രൂപ വരെ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകൾ നിരവധിയായുണ്ട്. പുറത്ത് നിൽക്കുന്നത് 10 ലക്ഷം രൂപ തുടങ്ങി മേളിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നടത്തിയ ഈ ഒരു പദ്ധതി, ഇത് ഇത്രയും വലിയ ഒരു അഴിമതിയാണ് നടന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നതെന്നുള്ളതിനേക്കാൾ ഉപരി ഇത് നമ്മൾ പല പ്രാവശ്യം ഇത് ഉന്നയിച്ച UDF പല പ്രാവശ്യം ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ പ്രതികൾ അവരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടി ഈ നിക്ഷേപകർക്കും ചിട്ടി വട്ടമെത്തിയവർക്ക് ആളുകളുടെ അവരുടെ പൈസകൾ തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് UDF ശക്തമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ
വർഷമായി ബാങ്കിന്റെ ഭരണം CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിനാണ്. നിക്ഷേപം തിരികെ ലഭിക്കാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് നാട്ടുകാർ പലരും ബാങ്ക് ഭരണസമിതിയെയും ഇടതുപക്ഷ നേതാക്കളെയും പലതവണ അറിയിച്ചെങ്കിലും നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയോ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തില്ല. 10,42 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് പ്രാഥമികമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള കണക്ക് അതിലും വലുതാണ്. കാരണം ഇത് ചിട്ടിയുടെ കണക്കുകളും മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ നാട്ടുകാരെ സംബന്ധിച്ച് വർഷങ്ങളായി ഇവരുടെ ഒരു ആശ്രയമായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഇവിടെ നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊക്കെ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ആശ്രയവും അവരുടെ ചോരയും നീരും കൊണ്ടൊക്കെ പടുത്തുയർത്തപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഈ ബാങ്ക്. പക്ഷേ ഇന്ന് ഒരു 10 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കൊള്ളയാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലുള്ള ബാങ്കാണ്. UDF ഇവിടെ മത്സരിക്കാറുണ്ട്, ജനാധിപത്യപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ ബാങ്കിനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വലിയ അഴിമതിയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 10,42 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ 13 പേർക്കെതിരെയാണ് കേസുണ്ടായിട്ടുള്ളത്. അതിൽ സെക്രട്ടറി ഉൾപ്പെടെ 3 സ്ഥിരം ജീവനക്കാർ, മുൻ പ്രസിഡന്റ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പാർട്ടിയുടെയും ഭരണസമിതിയുടെയും ആളുകളുടെ വലിയ പങ്കാളിത്തമുണ്ട്. ദേശാഭിമാനി വരിക്കാരാകുന്നതിന് വേണ്ടി JLG രൂപീകരിക്കുകയും പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി JLG രൂപീകരിച്ചോ അല്ലെങ്കിൽ വ്യാജ പേരുകളിൽ ലോൺ എടുക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം വരികയും പരാതിയായിട്ട് വന്ന ആളുകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവരുടെ പേരിലേക്ക് വായ്പ ക്രമപ്പെടുത്തി അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ പരാതി വ്യാപകമായതോടെയാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിനിടെ കഴിഞ്ഞ മാസം സെക്രട്ടറി ഉൾപ്പെടെ സ്ഥിരം ജീവനക്കാരായ 3 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 10.41 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിനു പുറമെ ബാങ്കിൽ നടത്തിവന്നിരുന്ന ചിട്ടി ഉൾപ്പെടെ പല ഇടപാടുകളിലായി 17 കോടി രൂപയുടെ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളതായി പറയുന്നു. ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായി 3 ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും ഉൾപ്പെടെ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം പ്രതിസ്ഥാനത്തുള്ളവർ മുൻകൂർ ജാമ്യത്തിനായി ശ്രമം ആരംഭിച്ചതായി വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജാതിമത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ അപൂർവ മാതൃകയായി ഇടുക്കി ചെറുതോണിയിലെ തിലകാശി പീഠം പൊതുശ്മശാനം. ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ശ്മശാനം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരുടെ ആചാരപ്രകാരം അന്തിമ സംസ്കാരം നടത്താൻ സൗകര്യമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്. ഇടുക്കി അണക്കെട്ടിന് സമീപം കുറുത്തിമലയെ അഭിമുഖീകരിക്കുന്ന ചെറുതോണി ഗാന്ധിനഗർ മലമുകളിലാണ് ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ 2009 തിലകാശി പീഠം പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവ ശ്മശാനങ്ങളിൽ ഒന്നാണ് ഇത്. ആരംഭകാലത്ത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിവിധ സമുദായങ്ങളെ ഉൾപ്പെടുത്തി ട്രസ്റ്റ് വിപുലീകരിച്ചതോടെ ജാതി മത ഭേദമന്യേ ഏതു വിശ്വാസത്തിലുള്ളവർക്കും ആചാരപ്രകാരം സംസ്കാരം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. ശ്മശാനം ഇവിടെ നേരത്തോട്ടുള്ളതാണ്. ഞങ്ങളത് വീണ്ടും ഒന്നുകൂടെ പൊടിതട്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങളൊരു കണ്ടിന്യൂറ്റി ആയിരുന്നു പ്രവർത്തനത്തിന്. കാരണം എന്ന് വെച്ചാൽ ഇടുക്കിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ഉള്ളത്. കണക്കുകൾ ഇല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടമ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ആദിവാസികളായിട്ടുള്ളവർ കയറി വന്നത്. അന്ന് ഈ പെരിയാറിനപ്പുറത്തേക്കുള്ളത് ആദിവാസി മന്നന്മാരും ഇങ്ങേ സൈഡിലിട്ടുള്ളൂ ഊരാളിമാരായിട്ടുള്ളൂ. ഡാമിനപ്പുറത്തേക്ക് ചെമ്പൂശ്ശേരിക്കാർ വരും. അവരിവിടെ വന്ന് വിവിധങ്ങളായ സ്ഥലത്ത് പാർത്ത് താമസം തുടങ്ങി. പിന്നെ അവർ വർഷത്തിലൊരിക്കൽ ഈ താഴെ പെരിയാറിൻ്റെ സൈഡിൽ ഒന്ന് കൂടും. അങ്ങനെ കൂടിയിട്ട് അവർ ആ കൂടുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ 15 ദിവസത്തേക്ക് ഇവിടെ കാണും. അപ്പോൾ അവരങ്ങനെ 15 ദിവസത്തേക്ക് ആകുമ്പോൾ വന്ന് ഇവിടെ കാട്, ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ കയറി വരും. കാട് വെട്ടിത്തെളിച്ച് അവർ നെല്ല് വിതയ്ക്കും. അപ്പം അതിൻ്റെ വളർച്ച നോക്കിയിട്ടാണ് ആണ്ടിൽ എന്തോരം ഉണ്ടെന്ന്, കൃഷിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അന്നിവിടെ ഒരു മുനീശ്വരൻ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ അപ്പുറത്തെ കിഴക്ക് സൈഡിൽ ഒരു പേരയുടെ ചുവട്ടിൽ ഉണ്ടത്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ആസ്ട്രോളജിക്കലായിട്ട് ഉള്ള ചിന്തയിലാണ് ഇവിടുത്തെ ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് പോകേണ്ടതും, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ജാതി മതമൊന്നും വരുത്തില്ല എന്നുള്ളത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രകൃതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സാമ്പത്തികം ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഡയറക്റ്റ് ചെയ്യും. അത് അവരുടെ ആചാരങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നടത്തിയിട്ട് പോകട്ടെ. പിന്നെ നമുക്ക്
ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു ഭാരതീയമായിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. അതായത് ലോകമേ തറവാട്, ഇല്ലെങ്കിൽ ലോക സമസ്ത സുഖനോ ഭവന്തു എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പോൾ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ ആചാരങ്ങളും ചിന്തകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ഒരു ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ ഹിന്ദുമതപരമായിട്ട് വരുമ്പോൾ ജാതി പറയാൻ പാടില്ല എന്നുള്ള നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അത് മാത്രം നമുക്ക് പറയാനില്ല. വിശ്വാസി ആർക്കും ആകാം. വെറുമൊരു ശ്മശാനം എന്നതിലുപരി പൂർണ്ണമായ പിന്തുണയാണ് ട്രസ്റ്റ് ഇവിടെ നൽകുന്നത്. ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ, വാഹന സൗകര്യം, ശ്മശാന പരിപാലനം എന്നിവയെല്ലാം ട്രസ്റ്റ് തന്നെ ഏകോപിപ്പിക്കും. ബന്ധുക്കൾ ആഗ്രഹിക്കുന്ന പക്ഷം പേരും തീയതിയും രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിക്കുവാനും അനുമതിയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആംബുലൻസ് ചെലവുകൾ ഉൾപ്പെടെ സൗജന്യമായി ട്രസ്റ്റ് വഹിക്കാറുണ്ട്. അനാഥ മൃതദേഹങ്ങളും പോലീസ് നടപടികൾക്ക് ശേഷം ഇവിടെ ആദരവോടെ സംസ്കരിക്കുന്നു. ക്ഷേത്രവളപ്പിലെ ഏലകൃഷിയിൽ നിന്നും മറ്റ് കാർഷിക വിളകളിൽ നിന്നുമുള്ള വരുമാനമാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ട്രസ്റ്റ് വിനിയോഗിക്കുന്നത്. മനുഷ്യന്റെ അന്തിമയാത്ര പോലും ഇന്ന് മതിലുകൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുമ്പോൾ മരണാനന്തരമെങ്കിലും എല്ലാവർക്കും തുല്യമായ ബഹുമാനവും വിടവാങ്ങലും ഉറപ്പാക്കുകയാണ് തിലകാശി പീഠം. മതാതീത ചിന്തയും സാമൂഹിക ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു മാതൃകയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നാദോപാസനയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 19-ന് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനും സംഗീത അധ്യാപകനുമായ ജെയ്സൺ ജെ നായർ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടൊപ്പം കലാവിരുന്നും പ്രതിഭാസംഗമവും ഉണ്ടായിരിക്കും. സംഗീത കലാരംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സമാനതകളില്ലാത്ത സാംസ്കാരിക സപര്യ പൂർത്തിയാക്കി പ്രശസ്തമായ നാദോപാസന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് റൂബി ജൂബിലി ആഘോഷ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. 1986 ജൂലൈ 16-ന് ഉപാസന കൾച്ചറൽ സെന്ററിന്റെ ഒരു പോഷക സംഘടനയായി ഔദ്യോഗികമായി പ്രവർത്തനമാരംഭിച്ച നാദോപാസന കഴിഞ്ഞ 40 വർഷമായി 8000-ലധികം വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന കലാവിഷയങ്ങളിൽ അത്യുജ്വലമായ പരിശീലനവും ഉദാത്തമായ രൂപീകരണവുമാണ് നൽകിയിട്ടുള്ളത്. ഈ ചരിത്ര നിമിഷം അവിസ്മരണീയമാക്കുന്നതിനായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 19-ന് റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും വിപുലമായ പരിപാടികളോടെ നടക്കും. സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനും പ്രമുഖ സംഗീത അധ്യാപകനുമായ ജെയ്സൺ ജെ നായർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാവിരുതും നൈപുണ്യവും പ്രകടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന സാംസ്കാരിക കലാപരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കും. നാദോപാസനയുടെ മുൻകാല വിദ്യാർത്ഥികൾ, പ്രശസ്തരായ മറ്റ് സംഗീതജ്ഞർ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ, സഭാ അധികാരികൾ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ 40 വർഷമായി സമൂഹത്തിന് നൽകി വരുന്ന ഉദാത്തമായ രൂപീകരണത്തിൻ്റെയും കലാസേവനത്തിൻ്റെയും മഹിതമായ ഓർമ്മ പുതുക്കുവാനും ഭാവിയിലേക്കുള്ള പുതിയ പ്രയാണത്തിന് തുടക്കം കുറിക്കുവാനുമുള്ള ഈ റൂബി ജൂബിലി ആഘോഷവേളയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. നാദോപാസന റൂബി ജൂബിലി നിറവിൽ 40-ാം വാർഷികവും റൂബി ജൂബിലി ഉദ്ഘാടനവും നാദോപാസനയിൽ. സംഗീത കലാരംഗത്ത് 40 പതിറ്റാണ്ടിന്റെ സമാനതകളില്ലാത്ത സാംസ്കാരിക സപര്യ പൂർത്തിയാക്കി പ്രശസ്തമായ നാദോപാസന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് റൂബി ജൂബിലി ആഘോഷ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. 1986 ജൂലൈ 16-ന് ഉപാസന കൾച്ചറൽ സെന്ററിന്റെ ഒരു പോഷക സംഘടനയായി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച നാദോപാസന കഴിഞ്ഞ 40 വർഷമായി 8000-ലധികം വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന കലാവിഷയങ്ങളിൽ അത്യുജ്വലമായ പരിശീലനവും ഉദാത്തമായ രൂപീകരണവുമാണ് നൽകിയിട്ടുള്ളത്. ഈ ചരിത്ര നിമിഷം അവിസ്മരണീയമാക്കുന്നതിനായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് മാധ്യമപ്രവർത്തകർക്കായി പ്രത്യേകമായി പ്രസ് മീറ്റ് നടത്തപ്പെടുന്നു. പ്രശസ്ത സംഗീതജ്ഞനുമായ ഫാദർ ജോസഫ് പാലക്കൽ CMIയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിലാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് തുടക്കമിട്ടത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തനാൽ CMI, സെക്രട്ടറി സണ്ണി വെമ്പിള്ളി, തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങളും അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി INTUC UDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PJ ജോയ്, ex MLA, പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഇടുക്കി
ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹം ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി അധ്യക്ഷത വഹിച്ചു. INDC ജില്ലാ പ്രസിഡന്റ് രാജു മാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെയും സൂപ്പർവൈസർമാരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലുള്ള ശമ്പള വർധനവ് നടപ്പിലാക്കണമെന്ന കഴിഞ്ഞ വർഷക്കാലത്തെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിരുന്ന പിണറായി സർക്കാരിനെ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ നിന്നും പുറത്താക്കിയ തൊഴിലാളികൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PJ ജോയ് XMLA പറഞ്ഞു. കൂടാതെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾക്കും അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി INDUC UDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വ്യക്തമാക്കി. പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ 10 കൊല്ലം, ഈ 10 കൊല്ലത്തിനിടയിൽ 3.5 കൊല്ലമാണ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 5 കൊല്ലം കാസിം എന്ന് പറയുന്ന CITUവിന്റെ കൊല്ലത്തുള്ള നേതാവായിരുന്നു. 2005 മുതൽ 2010 വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ. ഈ പിന്നീട് വന്ന ഇതില് 1.5 കൊല്ലം വേറെ നഷ്ടപ്പെട്ടു. 3.5 കൊല്ലമാണ് പ്രസിഡന്റ് ചെയർമാനായത്. ആ 3.5 കൊല്ലത്തെ അന്വേഷണത്തിൽ ചില ക്രമക്കേട് അഴിമതി രണ്ടാണ്. ക്രമക്കേട് എന്ന് പറയുന്നത് നടപടിക്രമങ്ങളിലെ പ്രൊസീജിയറിൽ വരുന്ന INDUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് നേരെ നടക്കുന്ന മാധ്യമ വിചാരണയെ യോഗം അപലപിച്ചു. അദ്ദേഹത്തിന് അംഗങ്ങൾ പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ജില്ലയിലെ അത്യുജ്വല വിജയം നേടിയ 5 MLA-മാർക്ക് സ്വീകരണം നൽകുന്നതിനും വേണ്ടി ഓഗസ്റ്റ് 2-ന് കുമളി YMCA ഹാളിൽ വിപുലമായ നേതൃസംഗമം നടത്തുവാനും തീരുമാനിച്ചു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി അധ്യക്ഷനായി. INDUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായ PR അയ്യപ്പൻ, PK രാജൻ, നേതാക്കളായ രാജു ബേബി, ജാഫർ ഖാൻ മുഹമ്മദ്, റീജിയണൽ പ്രസിഡന്റുമാരായ സന്തോഷ് അമ്പളിവിലാസം, D കുമാർ, KS ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ബ്ലോക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ബഗ്ഗി കാറുകൾ ഏർപ്പെടുത്തുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. നിലവിൽ രോഗികൾക്ക് 2 ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്ന 2 വിഭാഗങ്ങളിലേക്കും എത്തുന്നതിന് 500 മീറ്ററോളം ദൂരം കാൽനടയായി പോകേണ്ട സ്ഥിതിയാണ്. പ്രായമായവരും അവശ്യരുമായ രോഗികൾക്ക് ഒരു ദിവസം തന്നെ പലതവണ ഇത്തരത്തിൽ നടക്കേണ്ടി വരുന്ന വലിയ ബുദ്ധിമുട്ടുളവാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് തുക നീക്കിവെച്ച് ബഗ്ഗി കാറുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വ്യക്തമാക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഈ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ വരുന്ന സമയം മുതൽ ജനങ്ങളുടെ എന്നത്തെയും ഒരു പരാതിയായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ആ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും മേലെ ആശുപത്രിയുടെ കോമ്പൗണ്ടിലേക്ക് എത്തണമെങ്കിൽ നല്ല കയറ്റമാണ്. വരുന്ന സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നടന്ന് വലയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ വേണ്ടി ഈ ഡിവിഷനിലെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രൊജക്റ്റായിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ മുതൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് ബഗ്ഗി കാറുകൾ വാങ്ങി നൽകുവാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഏറെ സന്തോഷത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഈ പ്രാവശ്യം ലഭ്യമായ പ്ലാൻ ഫണ്ടും CFCയുടെ അൺഡെയ്ഡ് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ ബഗ്ഗി കാറുകൾ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങി നൽകുന്നതോടുകൂടി അവിടുത്തെ ആ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും എന്നുകൂടി അറിയിക്കുകയാണ്. വെങ്ങല്ലൂർ ഊന്നുകൽ റോഡിലെ ആര്യവല്ലിക്കാവ് ജംഗ്ഷനിൽ മരണക്കുഴികൾ. അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ഉയർത്തി നാട്ടുകാർ. നിരവധി തവണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സമീപവാസികളുടെ പരാതി. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് റോഡിലെ കുഴികൾ ശാസ്ത്രീയമായി നികത്തി സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ശക്തമായി ആവശ്യപ്പെട്ടു.
വെങ്ങല്ലൂർ ഊന്നുകൽ റോഡിലെ ആരവല്ലിക്കാവ് ജംഗ്ഷനിൽ രൂപപ്പെട്ടിരിക്കുന്ന വൻകുഴികൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ ഭാഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം അപകടങ്ങൾ നിത്യസംഭവമായതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. റോഡിലെ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതുമൂലം പ്രത്യേകിച്ച് സ്കൂട്ടർ, ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. പലർക്കും ഗുരുതര പരിക്കേൽക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അപകടങ്ങൾ നടക്കുമ്പോൾ വാഹനങ്ങൾ റോഡിൽ തടസ്സപ്പെടുന്നതിനാൽ പ്രദേശത്ത് പതിവായി ഗതാഗത കുരുക്കും അനുഭവപ്പെടുകയാണ്. രാവിലെയും വൈകിട്ടും തിരക്കേറിയ സമയങ്ങളിൽ ഈ ഭാഗത്ത് വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സമീപവാസികളുടെ പരാതി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കുള്ള പാതകളിലൊന്നായതിനാൽ ഈ റോഡിലൂടെ ദിനംപ്രതി വലിയ തോതിൽ വിനോദസഞ്ചാര വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ സർവീസ് ബസ്സുകളും കടന്നുപോകുന്നുണ്ട്. അതിനാൽ റോഡിന്റെ തകർച്ച ഗതാഗത സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുകയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് റോഡിലെ കുഴികൾ ശാസ്ത്രീയമായി നികത്തി സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ പൊതുമരാമത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 9 വരെ നടക്കുന്ന ശ്രീമദ് വാത്മീകി രാമായണ നവാഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി മുരളി പോറ്റിക്ക് ക്ഷേത്രം മാനേജർ ബി ഇന്ദിര നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഉപദേശക സമിതി അംഗങ്ങളായ KR വേണു, CC കൃഷ്ണൻ, ക്ഷേത്രം ജീവനക്കാർ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ശ്രീമദ് വാൽമീകി രാമായണ നവാഹം എന്ന ഒരു പരിപാടി ഈ അടുത്ത പ്രദേശത്ത് ആദ്യമായിട്ടാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള KR വേണു, CC കൃഷ്ണൻ എന്നിവർ ഭക്തിപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് വാൽമീകി രാമായണ നവാഹ യജ്ഞം നടക്കുന്നത്. ഇതിൻ്റെ യജ്ഞാചാര്യൻ OS സതീശാണ്. നമ്മുടെ കേരളത്തിൽ ഉടനീളം ഭക്തി പ്രഭാഷണങ്ങളിൽ ഒരുപടി സദസ്സുകൾ പിന്നിട്ട അദ്ദേഹത്തിന് വാൽമീകി രാമായണ നവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപടി കാര്യങ്ങൾ ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാകും. ഈ നവാഹ യജ്ഞ പരിപാടിയിൽ ഈ ക്ഷേത്രത്തിലെ നിത്യേനവെത്തുന്ന ഭക്തജനങ്ങളും അതുപോലെ സമീപ പ്രദേശത്തുള്ള ശ്രീകൃഷ്ണ ഭക്തരും ഈ ക്ഷേത്ര സന്നിധിയിലെത്തി ഈ മഹത് പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ഈ ക്ഷേത്രം ദേവസ്വത്തിന് വേണ്ടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA-മാർക്ക് സ്വീകരണം നൽകി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 20 തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനവും മെറിറ്റ് ഡേ ആഘോഷവും കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തിയാൽ UDF വാഗ്ദാനങ്ങൾ മറക്കുന്നുവെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനുമെതിരെ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ CPM നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിംഗിന് ശേഷമാണ് ബാങ്കിൽ ക്രമക്കേടുള്ളതായി കണ്ടെത്തിയത്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.